വാക്കുകൊണ്ട് അഭിഷേകിനെ വലിച്ചു കയറി ചുമരിൽ ഒട്ടിച്ചു സാബുമോൻ എന്ന് പറയേണ്ടി വരും. അഭിഷേക് എന്ന് പറയുന്ന വ്യക്തി ആ പവർ ടീമിൽ അല്ലെങ്കിൽ ഓണേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്കറിയില്ല. എന്തിനാണ് അങ്ങനെ ഒരു ആണൊരുത്തൻ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് സാബു ചോദിച്ചത്. കറക്റ്റ് ആയിരുന്നു. അവിടെ അഭിഷേകിന് ഒരു റോളും ഇല്ലായിരുന്നു. ഒരു കാര്യത്തിലും ഇടപെടാതെ എന്തിനോ വേണ്ടി അവിടെ അങ്ങനെ ഒരാളുണ്ട് എന്ന് കാണിക്കുന്ന ഒരു അഭിഷേകിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരു പക്ഷെ അഭിഷേക് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അല്ല ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒന്നിലും പെടാതെ നിന്ന് കഴിഞ്ഞാൽ എന്റെ മേലിൽ ഒരു പ്രശ്നവും വരില്ല എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ അഭിഷേക് അങ്ങനെ നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് തന്നെയാണ് സാബുമോൻ അവിടെ സൂചിപ്പിച്ചത്. ഒരു കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനോ ഒരു കാര്യങ്ങൾ അഭിപ്രായം പറയാനോ ഒന്നിനും ഒരു ആൺകുട്ടി അവിടെ ഉണ്ടായിട്ട് എന്തിനു കൊള്ളാമായിരുന്നു എന്നാണ് അവിടെ സാബു ചോദിച്ചത്. ഇതിനെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് കണ്ണ് തട്ടാണ്ടിരിക്കാനായിട്ട് വെക്കാം എന്നാണ് സാബുമോൻ അവിടെ പറഞ്ഞത്. പാടത്ത് കണ്ണ് തട്ടാൻ്റെ വിരിക്കാനെ പോലെ കൊണ്ടുവെക്കാം എന്നല്ലാതെ ഒരു ഗുണം ഉണ്ടായിരുന്നില്ല, ഒരു ഇതും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ സാബു പറയുന്നുണ്ടായിരുന്നു. നമുക്ക് സാബുവിനെ പൂർണ്ണമായിട്ടും തള്ളി പറയാൻ പറ്റില്ല. അഭിഷേകിന്റേതായ ഒരു കാര്യങ്ങളും നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പ്രാങ്ക് നടക്കുന്ന സമയത്ത് മാത്രമാണ് അഭിഷേക് ഒന്ന് വായ തുറന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു സ്ഥലത്തും ഒരു കാര്യത്തിനും അഭിഷേകിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ വഴക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അഭിഷേക് പറയും, നിങ്ങൾ എന്താ ചെയ്തോളൂ, നിങ്ങൾ എന്താ പറഞ്ഞോളൂ, എനിക്കൊന്നും അറിയണ്ട, ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്ന അഭിഷേകിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഗസ്റ്റുകൾ അങ്ങനെ ഒരു കാര്യം അഭിഷേകിനെ കുറിച്ച് പറഞ്ഞതും.